100 കോടി ക്ലബിൽ കയറുമെന്ന അവകാശവാദവുമായി എത്തിയ ചിത്രമാണ് ദിലീപിന്റെ ഭബബ. ചിത്രം ഇപ്പോൾ ബ്രേക്ക് ഈവൻ പോലുമാകാതെ കളം വിട്ടിരിക്കുകയാണ്. മോഹൻലാൽ എഫക്റ്റും ചിത്രത്തെ രക്ഷിച്ചില്ല. ഫൈനൽ കളക്ഷൻ 70 കോടിക്കും താഴെ വരുമെന്നാണ് കണക്കുകൾ. നടൻ ദിലീപിന്റെ തന്റെ കരിയറിൽ ഇതുവരെ നേരിടാത്ത ഏറ്റവും വലിയൊരു പരീക്ഷണം തന്നെയായിരുന്നു ബബബ എന്ന ചിത്രത്തിന്റെ റിലീസ്. ദിലീപിന്റെ പുതിയ സിനിമ ബബബ റിലീസിനൊരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതോടുകൂടി തന്നെ ആഘോഷത്തിലായിരുന്നു ആരാധകരും. പക്ഷേ ബോക്സ് ഓഫീസിൽ അത് പ്രതിഫലിച്ചില്ല. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനായ ശേഷം റിലീസ് ചെയ്ത ചിത്രം കൂടിയാണിത്. കേസിനെ പോലും പരിഹസിക്കുന്ന തരത്തിലാണ് ഇതിലെ തമാശകളെന്നും അത് വളരെ ക്രൂരമാണെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു. സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞാൽ ട്രോളും പൊങ്കാലയും. ദിലീപിനൊപ്പം മോഹൻലാൽ കൂടി ചിത്രത്തിൽ എത്തിയപ്പോൾ ഉറപ്പായും 100 കോടി അടിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ റിലീസിന് മുമ്പേ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നതെല്ലാം തെറ്റി. റിലീസിനു ശേഷമുള്ള ദിവസങ്ങളിലെല്ലാം ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് വളരെ മോശമായിരുന്നു. ബുക്ക് മൈ ഷോയിലും ടിക്കറ്റുകൾ വിറ്റുപോകുന്നത് 10,000-ന് താഴെ മാത്രം. വേൾഡ് വൈഡ് കളക്ഷനിൽ 40 കോടിക്ക് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയത്. റിലീസ് ദിനത്തിലാകട്ടെ ബോക്സ് ഓഫീസിൽ നിന്ന് 7 കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തു. സൂപ്പർ താരം മോഹൻലാലിന്റെ ക്യാമിയോ വേഷം തന്നെയാണ് അതിലെ പ്രധാന ഘടകമെന്ന് പറയുന്നുണ്ട്. ദിലീപിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷനാണ് ബബബ സ്വന്തമാക്കിയത്. രണ്ടാം ദിനം 7 കോടിക്കടുത്ത് കളക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു ഈ ചിത്രത്തിന്. പക്ഷേ തുടർന്ന് ഇങ്ങോട്ട് ബോക്സ് ഓഫീസിൽ വലിയ വീഴ്ചയാണ് സംഭവിച്ചത്. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും നിർണായക വേഷങ്ങളിലെത്തിയ ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മോഹൻലാലിന്റെ മാസ് അതിഥി വേഷം തന്നെയാണ്. ആഗോള ബോക്സ് ഓഫീസിൽ 45 കോടിക്ക് മുകളിലാണ് ചിത്രം ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത്. ന്യൂ ഇയറും ക്രിസ്മസിനും ചിത്രത്തിന് അത്ര ശോഭിക്കാൻ സാധിച്ചില്ല. 15 ലക്ഷം മാത്രമാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിത്രത്തിന് നേടാൻ സാധിച്ചത്. സമ്മിശ്ര പ്രതികരണമാണ് ചിത്രം ഇപ്പോഴും നേടുന്നത്. പുതിയ റിലീസുകൾ എത്തിയതിനാൽ തന്നെ ദിലീപ് ചിത്രത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബോക്സ് ഓഫീസിലും ചിത്രം മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതേസമയം വമ്പൻ ബജറ്റിൽ ഒരുക്കിയ ചിത്രം ഗോകുലം ഗോപാലനാണ് നിർമ്മിച്ചത്. കോയമ്പത്തൂർ, പാലക്കാട്, പൊള്ളാച്ചി, കൊച്ചി ഭാഗങ്ങളിലാണ് സിനിമയുടെ ചിത്രീകരണം നടന്നത്. ആദ്യ 3 ദിവസം കൊണ്ട് 33 കോടി നേടിയ ചിത്രം പിന്നീട് കളക്ഷന്റെ കാര്യത്തിൽ കിതയ്ക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകൾ അനുസരിച്ച് ചിത്രം ഉടൻ തന്നെ OTT-യിലേക്ക് എത്തുമോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട്. എന്നാൽ സിനിമയുമായി ബന്ധപ്പെട്ട OTT അവകാശങ്ങൾ ചർച്ചകൾക്ക് ഇടം പിടിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ ഔദ്യോഗിക വിവരങ്ങൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.